ബംഗ്ലാദേശ് അട്ടിമറിക്ക് പിന്നിൽ വിദേശകരങ്ങളെന്ന വിലയിരുത്തൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് പിന്നിൽ പാക് ചൈന അച്ചുതണ്ട്. ഷെയ്ഖ് ഹസീന അമേരിക്കയ്ക്കും അനഭിമത ആയിരുന്നതായി റിപ്പോർട്ടുകൾ. ഹസീനയെ രാജ്യത്തെ ഇസ്ലാമിക് ഭീകരവാദികളും എതിർത്തിരുന്നു. ഇവരുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് പിന്നീട് വലിയ കലാപത്തിലേക്ക് നയിച്ചത്. കലാപഭൂമിയായി ഇപ്പോഴും ബംഗ്ലാദേശ് മാറുമ്പോൾ ഇതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കരങ്ങളുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പൊതുവെ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇപ്പോൾ അനുമാനിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൃത്യമായ ഡേറ്റ റോയ്ക്കും അതോടൊപ്പം തന്നെ IB-ക്കും മറ്റും ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാരണമായി സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിൽ നിലവിൽ അധികാരത്തിൽ ഇരുന്നത്, അതായത് 2009 മുതൽ ഈ 2024 വരെയുള്ള വിവിധ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ അധികാരത്തിൽ വന്നത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗാണ്. അവാമി ലീഗിൻ്റെ പൊതുവെയുള്ള രാഷ്ട്രീയം പരിശോധിച്ചാൽ അത് ഇന്ത്യയോട് കുറച്ച് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ്. എന്ന് വെച്ചാൽ അത് പൂർണ്ണമായി ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കളെ പൂർണ്ണമായി സംരക്ഷിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ തീവ്രമായ മുസ്ലിം നിലപാടില്ല, മൃദു സമീപനം കുറച്ചുണ്ട്. മാത്രമല്ല ഭാരതത്തോട് അത്യാവശ്യം സഹകരിക്കുന്ന ഒരു നേതാവാണ് ഷെയ്ഖ് ഹസീന. അതിനാൽ ചൈനയെ സംബന്ധിച്ച് നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്കും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യ വിരുദ്ധമായ സർക്കാരിനെ രൂപീകരിക്കണം എന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നാണ്. അത് ബംഗ്ലാദേശിൽ മാത്രമല്ല, ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്നത് ഭാരതത്തെ വരിഞ്ഞു മുറുകുക എന്നുള്ളതാണ്. ഭാരതത്തിന് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം ചൈന അനുകൂലമായ സർക്കാരുകളെ ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഒന്ന്, പാകിസ്ഥാനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം പാകിസ്ഥാൻ ഒരു ഭാരത വിരുദ്ധ രാഷ്ട്രമാണ്. അതിൻ്റെ ചരിത്രം 1947 വിഭജനം മുതൽ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതിനുശേഷം ഇങ്ങോട്ട് നടന്നിട്ടുള്ള തുടർച്ചയായ പല യുദ്ധങ്ങൾ, 47-ലെ യുദ്ധം, 65-ലെ യുദ്ധം, 71-ൽ, പിന്നീട് കാർഗിലിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ. അതുകൂടാതെ പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്കറിയാം, അത് എപ്പോഴും നമുക്കുമേൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, അതല്ലെങ്കിൽ നേരിട്ടും അല്ലാതെയുമുള്ള നിഴൽ യുദ്ധങ്ങൾ നടത്തുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നത് ചൈനയാണ്. അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് കടന്നു പോകുന്നത് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലേക്കാണ്. അതിനാൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത് വർഷങ്ങളായി തന്നെ തുടരുന്നു. അത് എല്ലാ ഘട്ടങ്ങളിലും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ബന്ധമാണ്. ഇത് കൂടാതെ ശ്രീലങ്കയിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള മുഴുവൻ അട്ടിമറികളുടെയും പിന്നിൽ ചൈനയാണ്. അവിടെ ഹമ്പൻതോട്ട തുറമുഖം ഉൾപ്പെടെ ചൈന നിർമ്മിച്ചു നൽകുകയും ശ്രീലങ്കയ്ക്ക് ഭാരതവുമായുള്ള പരമ്പരാഗതമായ ആ ബന്ധത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം അവിടെ നടത്തിയിരുന്നു. ഇത് കൂടാതെ നേപ്പാളിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള പ്രചണ്ഡയാണ്. പ്രചണ്ഡ ഇന്ത്യ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ആ സർക്കാരിനെ ഇപ്പോൾ അട്ടിമറിച്ചുകൊണ്ട് അവിടെ KP ഓലി ശർമ്മയുടെ നേതൃത്വത്തിൽ, നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് KP ശർമ്മ ഓലി. ഇയാൾ ചൈനയുടെ അടുത്തയാളാണ്. കാരണം ഇയാൾ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങൾ ലിംബിയാതുര, അതോടൊപ്പം തന്നെ ലിംബുലേക്ക് ഒപ്പം ഈ ഉത്തരാഖണ്ഡിലെ ഈ സ്ഥലങ്ങൾ ലിംബിയാതുരയും ലിംബുലേക്കുമൊക്കെ ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളൊക്കെ തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഈ നേപ്പാൾ ഉന്നയിക്കുന്നത്. അതും ഒരു പരമ്പരാഗത ഹിന്ദു രാഷ്ട്രമായിരുന്നു. 2007 വരെ അത് ഹിന്ദു രാഷ്ട്രമായി നിലനിന്ന രാജ്യമാണ് നേപ്പാൾ. ആ നേപ്പാൾ ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങൾ തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ ഭാരതത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം ചൈന അനുകൂലമായ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായ സർക്കാരുകളെ രൂപീകരിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മാലിദ്വീപ്സിൽ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ഇന്ത്യ വിരുദ്ധമായ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ചൈന അനുകൂല സ്വഭാവമുള്ള സർക്കാർ വരുന്നു. ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് ഭാരതത്തെ വരിഞ്ഞു മുറുകുവാനുള്ള ഒരു ശ്രമം ചൈനയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് നടത്തുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമാണ് ബംഗ്ലാദേശ്. ഗൗതം, ഒപ്പം തന്നെ ഈ ഷെയ്ഖ് ഹസീന അമേരിക്കയ്ക്കും അനഭിമത ആയിരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഏത് തരത്തിലാണ്? KP, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീനയോട് കുറച്ച് പ്രശ്നങ്ങൾ അവരുടെ ഇടയിലും നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അമേരിക്കയ്ക്ക് മുൻപ് തന്നെ വളരെയധികം വലിയൊരു ബന്ധം ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, നമുക്കറിയാം ബീഗം കാലിദാസിയ നേതൃത്വം നൽകുന്ന BNP,
ഒരു കാലത്ത് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദമൊക്കെ അലങ്കരിച്ച വ്യക്തിയാണ് ഖാലിദ സിയ. ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, ഒപ്പം ഒരു മുസ്ലിം രാജ്യത്ത് അധികാരത്തിലെത്തുന്ന രണ്ടാമത്തെ മുസ്ലിം പ്രധാനമന്ത്രിയാണ് ബീഗം ഖാലിദ സിയ. നേരത്തെ ബേനസീർ ഭൂട്ടോയാണ് ഒരു മുസ്ലിം രാജ്യത്ത് ഒരു വനിതാ നേതാവായി വരുന്നുവെങ്കിൽ ആദ്യം അത് ബേനസീർ ഭൂട്ടോയും പിന്നീട് ഖാലിദ സിയുമായിരുന്നു. അമേരിക്കയ്ക്ക് പരമ്പരാഗതമായി തന്നെ BNPയുമായൊരു മികച്ച ബന്ധമുണ്ട്. വാണിജ്യ വ്യവസായ രംഗങ്ങളിലും പ്രതിരോധ മേഖലയിലുമൊക്കെ അവരുടെ ഇടപാടുകൾ കൂടുതൽ നടത്തിയിട്ടുള്ളത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിലിരിക്കുന്നതാണ്. ഒരുപക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു താല്പര്യം സ്വാഭാവികമായും അവിടെ വന്നിട്ടുണ്ടായേക്കാം. എങ്കിൽ പോലും അത് ചൈനയ്ക്കും പാകിസ്ഥാനും ഉള്ളതുപോലെയുള്ള ഒരു ഇന്ത്യ വിരുദ്ധമായ താല്പര്യം US-ന് ബംഗ്ലാദേശിലുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുകയില്ല. അത്തരം നിരീക്ഷണങ്ങൾ വിദേശകാര്യ വിദഗ്ധരോ മറ്റും രാഷ്ട്രീയ നിരീക്ഷകരോ ഒന്നും തന്നെ നടത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള അജണ്ട എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന് ചുറ്റുമുള്ള ഓരോ രാജ്യത്തും ചൈന ഇന്ത്യ വിരുദ്ധമായ സർക്കാരുകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യയെ അനുകൂലിക്കുന്ന സർക്കാരുകൾ നമുക്ക് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളിൽ, ചെറു രാഷ്ട്രങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം ആ സർക്കാരുകളെ അട്ടിമറിച്ചുകൊണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിച്ച് അവിടെ ആ സർക്കാരുകളെ അട്ടിമറിച്ച് അവിടെ ഭാരതത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന ഒരു നേതാവിനെ പ്രതിഷ്ഠിക്കുകയും അത്തരം ഒരു സർക്കാരിനെ രൂപീകരിക്കുവാനും ചൈന ശ്രമിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരകളാക്കപ്പെട്ടിരിക്കുന്നത് ബംഗ്ലാദേശ് എന്ന ചെറു രാഷ്ട്രമാണ്. അവിടുത്തെ പ്രധാനമന്ത്രി, ഭാരതത്തോട് അനുകൂല സമീപനം സ്വീകരിച്ചിട്ടുള്ള പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അവരുടെ പ്രധാനമന്ത്രി പദം നഷ്ടമാകുന്നുണ്ട്. ഭാരതത്തിലേക്ക് അഭയം തേടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യം ഇതിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തും. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ ഈ കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷ. റോ ബംഗ്ലാദേശ് വിഷയത്തിൽ ഇപ്പോൾ രഹസ്യ സ്വഭാവത്തിൽ ഇടപെട്ട് തുടങ്ങുന്നു എന്നതിൻ്റെ ചില സൂചനകൾ വരുന്നുണ്ട്. കാരണം ഷെയ്ഖ് ഹസീന തിരിച്ച് ബംഗ്ലാദേശിലെത്തും എന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായി പ്രചരിച്ചിരുന്നു. കാരണം ഇപ്പോഴത്തെ കലാപാന്തരീക്ഷത്തിൽ ഷെയ്ഖ് ഹസീനയെ അവിടെ കാലുകുത്തിക്കില്ല എന്നാണ് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളും അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും പറഞ്ഞിരുന്നത്. അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗം രക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയും ഒരിക്കലും ഇനിയും തിരിച്ച് അല്ലെങ്കിൽ അടുത്ത കാലത്തൊന്നും സമീപ ഭാവിയിൽ തിരിച്ച് തൻ്റെ മാതൃരാജ്യത്തേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ സുപ്രധാനമായ വാർത്ത വന്നു. തിരിച്ച് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെത്തുമെന്നും അവിടെ ഉടൻ നടക്കാൻ പോകുന്ന അവിടുത്തെ ദേശീയ തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയും ഷെയ്ഖ് ഹസീനയും മത്സരിക്കും എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വളരെ ശക്തമായി പ്രചരിക്കുന്നുണ്ട്. അതിന് പിന്നിൽ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഈ ഇന്ത്യ വിരുദ്ധ നീക്കത്തെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റോ അവിടെ ഇടപെടുന്നു എന്നതിന്റെ ചില സൂചനകളാണ് ഈ പുറത്തു വരുന്ന വാർത്തകൾ. ബംഗ്ലാദേശ് അട്ടിമറിക്ക് പിന്നിൽ വിദേശകരങ്ങൾ എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് പിന്നിൽ പാകിസ്ഥാൻ, ചൈന അച്ചുതണ്ട്. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.